ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു കുട്ടി സംശയം ചോദിച്ചായിരുന്നു. ഇന്ന് ശനിയാഴ്ചയല്ല ആൻറ്റി, എന്താ ഞായറാഴ്ചയിലത്തെ ഇന്ന് ഞായറാഴ്ചയല്ല ആൻറ്റി, എന്താ ശനിയാഴ്ചയിലത്തെ കാര്യങ്ങൾ കാണിക്കണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൾ ആദ്യമായിട്ടാവും കാണുന്നത്, അതുകൊണ്ടാണെന്ന്. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് സംശയമുണ്ട്. അതുപോലെ ഞായറാഴ്ചയിലത്തെ ഡേറ്റാണ് ഞാൻ ഇന്നിപ്പോൾ ശനിയാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് പറയണതെങ്കിലും ഇടുന്ന ഡേറ്റ് ഞായറാഴ്ചയിലത്തെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മറ്റേ ഓർണമെൻറ്റ്സിൻ്റെയും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ജൂൺ 28 വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എനിക്ക് പലവട്ടം തെറ്റിയിട്ടുമുണ്ട് കേട്ടോ. ഇങ്ങനെ ഇടുന്ന സമയത്ത് ഡേറ്റ് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ സൺഡേ 27 പക്ഷേ ഇത് വരുന്നത് മൺഡേ 28 കേട്ടോ. അപ്പോൾ വിശേഷങ്ങൾ ഞായറാഴ്ചയിലത്തെ ആണെങ്കിലും നിങ്ങൾ കാണുന്നത് തിങ്കളാഴ്ചത്തെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര സന്തോഷമായി. പുതിയ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് മുമ്പത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു മോള് ചോദിച്ചായിരുന്നു, ചാക്കോച്ചൻ പ്ലേ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ, ഏത് പ്ലേ സ്കൂളിലാണെന്ന് ചോദിച്ചു. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളെ പറ്റിച്ചിട്ട് പ്ലേ സ്കൂളിൽ പോകാമെന്ന്. അപ്പോൾ അങ്ങനെ വിചാരിച്ചതാണ്. അവൻ പോണ പ്ലേ സ്കൂൾ എന്ന് പറയുന്നത് അക്കിയുടെ വീട്ടിലേക്ക്, എൻ്റെ ചേച്ചിയാണ് അക്കി കേട്ടോ. അപ്പോൾ അവിടേക്കാണ് പോണത്. അപ്പോൾ ഇവരെ പറ്റിക്കാൻ വേണ്ടി പറയണതാണ് അവിടേക്കാണ് പോണേന്നുള്ളത്. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് കുറേ പേര് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ മറുപടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അതുപോലെ ഒരു മോൾ എന്നോട് പറഞ്ഞായിരുന്നു, ആൻറ്റി ഇതൊക്കെ കഴിയുമ്പോൾ ബാക്കിൽ വൈറ്റ് വാഷ് ചെയ്യണം, അപ്പോൾ നല്ല ഭംഗിയുണ്ടാവുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സറിഞ്ഞ് പറഞ്ഞതാണ്. കാരണം ഞാനിതെല്ലാം കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. കംപ്ലീറ്റ് ഒന്ന് ബാക്ക് മൊത്തം ഒന്ന് ഭംഗിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം വന്ന ആ പയ്യനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ വിളിക്കുമ്പോൾ വന്നോളോ, മോൻ വിളിക്കുമ്പോൾ വന്ന് ഇത് ചെയ്ത് തന്നോളൂ എന്ന് പറയുമ്പോൾ അവനും വരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു 3-4 ദിവസം കഴിയണം. അത് നന്നായിട്ടൊന്ന് ഉണങ്ങിയാലേ അവിടെ പെയിൻറ്റ് പിടിക്കുള്ളൂ. അവിടെയും പിന്നെ മറ്റേ ബെഞ്ചും കുമ്മായി അടിക്കലും എല്ലാതും ഒരുമിച്ച് അങ്ങോട്ട് തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അതോടുകൂടി പട്ടിക്കൂടും ക്ലീനാക്കി. പക്ഷേ ഇന്നിപ്പോൾ ദേ രാത്രി ലാസ്റ്റ് കാണാൻ നിങ്ങൾക്ക് കേട്ടോ. അവർ കയറ് പൊട്ടിച്ച് അവരെ ഞാൻ ഇപ്പുറത്തേക്ക് ഇട്ടു. കാരണം അവർക്ക് അവിടെ പൊരുത്തപ്പെടില്ല. അവർക്ക് ഈ അവരുടെ ഓരോ കള്ളിയിൽ കിടന്ന് ശീലിച്ചിട്ട് അവർക്കങ്ങനെ തുറന്ന് കിടക്കാനായിട്ട് വലിയ ഇഷ്ടമില്ല കേട്ടോ. അവിടെയും ഇങ്ങനെ ഗ്യാപ്പുകളുണ്ടെങ്കിലും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് അവരുടേതായ, നമ്മളും അങ്ങനെയല്ലേ, നമ്മുടെ വീട്ടിൽ പോയി കിടന്നാലല്ലേ നമുക്ക് സുഖം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് കേട്ടോ. അങ്ങനെ ഇന്നതേ രാവിലത്തെ പരിപാടികളാണ്. അപ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ, എല്ലാം കഴിഞ്ഞ് 10:30 കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടാമെന്ന്. അതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ കുറേ ലേറ്റായിട്ടാണ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടുന്നത്. അപ്പോൾ ഇന്ന് കാലത്ത് എണീറ്റപ്പോൾ ചാക്കോച്ചന് അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് വന്നപ്പോൾ അവന് പെട്ടെന്നൊരു കുറുങ്ങലും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ രാവിലെ ഇന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ നിർത്താത്ത മഴയായിരുന്നു. അപ്പോൾ മഴയുടെ ഒരു എന്താ പറയുക, ഒരു അസ്വസ്ഥതയുണ്ട്. കുട്ടികൾ വെള്ളത്തിൽ കളിക്കലും എടുക്കലും കണ്ടു. രാവിലെ തന്നെ ഒക്കെ കാറിൽ കയറി ഇരുന്നിട്ടുള്ള കളിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും എങ്ങനെ വന്നാലും മഴച്ചാറിൽ കൊള്ളും. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ മഴക്കാലം. പിന്നെ എല്ലായിടത്തും ഉണ്ട് ഈ ചുമയും പനിയും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ 3 ആൾക്കും തൊട്ട് പരറ്റും. അപ്പോൾ ഞങ്ങൾ അധികം പേരുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വരുമ്പോൾ അടുത്ത ആൾക്കും വരും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ അന്നാവമ്മയുടെ പെരുന്നാളായിരുന്നു കേട്ടോ. അന്നാവമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല. മാതാവിൻ്റെ അപ്പനും അമ്മയും മാതാവിൻ്റെ അമ്മയുടെ പേരാണ് അന്നാവമ്മ എന്ന് പറഞ്ഞത്, അന്ന എന്ന പേരുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പിൽ അന്നേനെ വിഷയം ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലല്ലോ. കാരണം ഒരു സമയത്ത് ഡിംപിളിൻ്റെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് അന്നാവമ്മയോടാണ്, നമ്മുടെ കെസ് ബേബിക്കും നമ്മുടെ പാച്ചുട്ടനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നാളെ അൽഫോൺസമ്മയുടെ ദിവസമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ എനിക്ക് വല്ല അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അൽഫോൺസമ്മയോട് പറയുക അസുഖങ്ങളൊക്കെ ഏറ്റെടുക്കണേ എന്നുള്ളത്. അപ്പോൾ നാളെയാണ് ആ ദിവസം, അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന തിങ്കളാഴ്ച കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ചാക്കോച്ചിന് പെട്ടെന്ന് ഒന്നൊരു വീസിങ്ങും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് അവനെ കൊണ്ടുപോകണം. അതോടുകൂടി നോക്കിയപ്പോൾ പാച്ചുവിന് ഇന്നലെ പുലർച്ചെ തൊട്ട് ഭയങ്കര ചുമ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പാച്ചുവിനെയും കൊണ്ടുവന്നു വെച്ചാൽ, അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ തൊട്ടടുത്ത് നടത്തറ സിഗ്നലിൽ സെൻറ്ററിൽ, അതായത് പള്ളിയിലേക്ക് പോകുന്ന ആ മൂലയിൽ നമ്മുടെ സുരു ബേക്കറി എന്ന് എപ്പോഴും നമ്മൾ പറയുന്നൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ സുരു ബേക്കറി ഇപ്പോൾ മറ്റേ ദയയുടെ കാഷ്വാലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ പോലെയാണ് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പമായി. ഇപ്പോൾ ഞാൻ അന്നാൾ ഞാൻ പറഞ്ഞില്ലേ ഡയോൺ ഹോസ്പിറ്റലിൽ കിടന്ന് മറ്റേ ട്രിപ്പ് കയറ്റാൻ കിടന്നത്, ഏഞ്ചൽ, പോൾസെട്ടൻ എല്ലാവരും അവിടെയായിരുന്നു. പിന്നെ ഡിവൈൻ ഒക്കെ അവിടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ സർവീസും ഭയങ്കര ഇഷ്ടമായി. പിന്നെ കാശിൻ്റെ കാര്യമായാലും ഒരു ആർത്തിയും ഇല്ലാത്ത ഒരു രീതിയിലാണ് അവരുടെ എല്ലാ കാര്യങ്ങളും. അവിടെ തന്നെ ലാബും ഉണ്ട്, മെഡിസിൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് പോവുക, കാണിച്ച് കൈയോടെ വരിക. അപ്പോൾ ഇവർക്ക് പോയി വന്നപ്പോഴും അതേ ഡോക്ടേഴ്സിനെ ഭയങ്കര തൃപ്തിയായി. ചില സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്ടം തോന്നില്ല രണ്ടാമത് പോകാനായിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവർ പോയി വന്നപ്പോഴും ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത്, നഴ്സുമാരായാലും. അപ്പോൾ ആദ്യം നമ്മൾ ചെന്ന് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഡയോണിനെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഒറ്റ ബെഡും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ 3 or 4 ബെഡായി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര സൗകര്യമായി. നമുക്കിനിപ്പോൾ ശരിക്കും സെൻറ്റർ അങ്ങോട്ട് കടക്കുക പോലും വേണ്ട, സിഗ്നലിലേക്കും പോകണ്ട, ജസ്റ്റ് പള്ളിയിലേക്ക് തിരിയുന്ന ആ മൂലയിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ അവർ പോയി. ഞാൻ ഒന്ന് രണ്ട് കൂട്ടങ്ങളിങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും അവർ തിരിച്ചു വന്നു. അപ്പോൾ ആ പോയ സമയം കൊണ്ട് അവിടെ സിറ്റ് ഔട്ടിൽ നിറച്ച് ഇന്നലത്തെ മണ്ണ് ഇങ്ങനെ അടിച്ചു കൂട്ടിയതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിച്ചു വരിയെങ്കിലും മുഴുവൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ തെറിച്ച് വീഴുമല്ലോ. അപ്പോൾ ഞാൻ വേഗം അവിടേക്കൊന്ന് അടിച്ചിട്ടു. അപ്പോൾ ഡാഡി അതൊന്ന് കഴുകി. അപ്പോൾ കുട്ടികളില്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ചടപടേന്ന് ചെയ്തു. അപ്പോൾ ഇവിടെ ടി വി ഒക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ കാപ്പി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ തന്നെ അവിടെ കിടക്കാറുണ്ട്. എന്നിട്ടാണ് കുട്ടികൾ പോയത് കേട്ടോ. അപ്പോൾ വേഗം ഞാൻ മറ്റേ ചായയും വട്ടയപ്പായിരുന്നു, സൂപ്പർ വട്ടയപ്പായിരുന്നു കേട്ടോ. ഇന്നലെ ശരിക്കും മറ്റേ കള്ളപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കൊണ്ട് ഉണ്ടാക്കിയത്, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഇതേ പട്ടിയുടെ ഇറച്ചി ഒരു വശത്ത്. അപ്പോൾ ഇവിടെ ടാപ്പൊക്കെ അടച്ച് കിടക്കുകയാണ്. അപ്പോൾ ഡാഡി ഇതാ ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ഞാൻ അടിച്ചു വാരി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡാഡിക്ക് അവിടെ വെള്ളം ഓസ് കൊണ്ടൊന്നാക്കി വൈപ്പ് ചെയ്യുക വേണ്ടു. അപ്പോൾ അത് കഴിഞ്ഞു. പക്ഷേ ഇനിയും മുറ്റത്ത് നിറച്ച് പൊടിയും കാര്യങ്ങളും കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇതാ കുട്ടിപ്പട്ടാളങ്ങൾ എത്തി. ഇതാ 3 ആളും വന്നു. ശരിക്കും തോമൂന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ അവന് പോകണമെന്ന് ഒരേ നിർബന്ധം. അങ്ങനെയാണ് പോയത്. പിന്നെ കിച്ചണിൽ വന്ന് എല്ലാവരും അവരവരുടെ പണികളിൽ ഏർപ്പെട്ടു. ഞാനിതാ ഫ്രിഡ്ജ് ഒതുക്കാൻ നിന്നു ആദ്യം. കാരണം ഫ്രിഡ്ജ് ഒതുക്കിയില്ലെങ്കിൽ ഈ കൊണ്ടുവന്ന സാധനങ്ങൾ വെക്കാനായിട്ട് പാടാം. അപ്പോൾ ഞാൻ വേഗം അത് ഒതുക്കാൻ നിന്നു. പിന്നെ ഇന്ന് കാര്യമായിട്ട് ഒതുക്കലൊന്നും ഉണ്ടായില്ല, കാരണം 2 ദിവസം മുമ്പ് ഞാൻ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തതായിരുന്നു. അപ്പോൾ നാളേക്കുള്ളത് പുരട്ടി ഇപ്പുറത്ത് വെച്ചു. ഇത് പട്ടികൾക്കുള്ള ഇറച്ചി നിങ്ങൾക്ക് പറയേണ്ട, ബോക്സുകൾ കണ്ടറിയാം ഇത് അവരുടെ സംഭവമാണെന്നുള്ളത്. അപ്പോൾ പനീർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ വിചാരിച്ചു നാളേക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചു. അങ്ങനെ ഇതാ ഫ്രിഡ്ജിൻ്റെ ഒരുവിധം ഒതുക്കലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡോണിൻ്റെ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം ഈ മറ്റേ ഐസ് നല്ലോണം ഫ്രീസ് ചെയ്തിട്ടാണ് അവനെല്ലാം കഴിക്കുക. ഞാൻ പറയും അത്രയും തണുപ്പിച്ച് കഴിക്കുന്നത്. അവന് പ്രത്യേകിച്ച് തണ്ണിമത്തനാണെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നല്ലോണം ആയിട്ടാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിങ്ങനെ കഷ്ണങ്ങളാക്കി ബോക്സിലാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ അവനുള്ളത് ആദ്യം ഫ്രീസറിൽ വെച്ചു. അപ്പോൾ തോമു ഈ സെക്ഷനിലേക്ക് ഇല്ല കേട്ടോ. ഇവർ 2 പേരാണ്, നിങ്ങളെപ്പോഴും കാണുമ്പോൾ പറയും ഇവർ 2 പേരാണ് സെറ്റായിട്ട് ഇങ്ങനെ നടക്കുക. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ തോമുനും പാച്ചുവിനും വരുത്തിയ ഡ്രസ്സാണ്. അപ്പോൾ അത് ചാക്കോച്ചിനും കൂടി ഇടുന്നതാണ്. ചാക്കോച്ചിനൊക്കെ ഇടുമ്പോൾ ഞാൻ പറയും ഇത്രയും വലിപ്പം വേണം, നല്ല ലൂസായിട്ട് കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടോ. അങ്ങനെ ഇന്ന് ശരിക്കും എന്താ പറയുക, പോയി വന്നപ്പോൾ ഒന്ന് പെട്ടെന്ന് അവനൊന്ന് കുറവായിട്ടോ. അവിടെ നിന്ന് പോയി ഒരു ഡോസ് മരുന്ന് കഴിക്കണം, ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് മാറ്റി വെച്ചു. അപ്പോൾ തണ്ണിമത്തങ്ങ കുട്ടികൾക്ക് കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ അവർക്ക് എപ്പോഴും വേണമെങ്കിലും ഒരു പാത്രത്തിലാക്കി കൊടുക്കുക. പക്ഷേ കുഞ്ഞാൾക്കാർക്ക് ഇങ്ങനെ ഇഷ്ടം, ആ വാറ് പിടിച്ച് തിന്നാനാണ് അവർക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ ആ ടൈപ്പിലാണ് നമ്മൾ ആക്കുക. അപ്പോൾ പൈനാപ്പിൾ 4 കഷ്ണം ബാക്കിയുണ്ട്, പേരയ്ക്ക 2 കഷ്ണം ബാക്കിയുണ്ട്. ഇപ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ അത്. പിന്നെ ഷമാം ഉണ്ടായിരുന്നു. ഷമാം അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു വെച്ചാൽ ജ്യൂസ് അടിച്ച് ഒരു 3 ഗ്ലാസ്സിലാക്കി വെച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ 3 ഗ്ലാസ് എന്ന്, 3 + 1. അപ്പോൾ ഡാഡിക്ക് വലിയ ഇഷ്ടമല്ല, എന്നാലും ഡാഡി എന്ന് കുടിച്ചു. ഡിംപിൾ തൊടേയില്ല. പിന്നെ എനിക്കും ഡിവൈനും ഡോണിനെ വേണ്ടു. അങ്ങനെയാണ് ഈ 4 ഗ്ലാസ് എന്നുള്ളത്. 1 ചെറുതും ബാക്കി 3, കാരണം അങ്ങനെ കഴിക്കുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഈ ഭാഗവും കൂടി ഒന്ന് ഒതുക്കി കഴിഞ്ഞപ്പോൾ പരിപാടി ഫുള്ള് കഴിഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ഇന്ന് അങ്ങനെ വലിയ ഒതുക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ നമ്മുടെ തണ്ണിമത്തങ്ങ മുറിച്ച് കൊടുത്തൊക്കെ ഞാൻ വെള്ളം ഇട്ടൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകി. അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് ഞാൻ തുണി മടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ അതുമേ വെക്കുക. അപ്പോൾ അത് ഒട്ടിപ്പിടിച്ച പ്രശ്നമില്ല. അപ്പോൾ അത് അപ്പാപ്പളത്തെ കാര്യങ്ങൾ അപ്പാപ്പ ക്ലിയർ ചെയ്ത പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഡാഡി പരിയപ്പുറത്ത് നനയ്ക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് വൈറ്റ് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞത്. കാരണം 2-3 വട്ടത്തെ പണി കൂടി ആയപ്പോഴേ അപ്പടി ഇതായി. അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ മക്കളൊക്കെ ചളിയായി. കാരണം ആ വശത്ത് ഇങ്ങനെ വെള്ളം കണ്ടോ ശീതളടിച്ചിട്ടൊക്കെ വന്നിട്ട്
അവരുടെ മേത്തൊക്കെ ചളിയായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. നനഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ രാത്രി ആയപ്പോഴേക്കും അവരൊക്കെ ഉണക്കി ഞാൻ നല്ലോണം തുടച്ച് ഇപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് രാത്രി കാണാം. അതായത് സ്വസ്ഥത തന്നിട്ടില്ല കിടന്നിട്ട്. അപ്പോൾ ഡാഡി കിടക്കണോടത്തുനിന്ന് വന്നിട്ടാണ് അവരെ ഇപ്പുറത്തേക്ക് മാറ്റിയത്. കാരണം കുരയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടം വന്നിട്ടുള്ളൊരു കുരയുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഡിവൈൻ കത്തിക്കാനായിട്ട് പോയി. ഡിവൈൻ്റെ മറ്റേ മുകളിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്ന് ഡിവൈനെ കത്തിക്കുന്ന ആൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയും ഡോണിനോട്, നീ ഒന്ന് കയറിപ്പോയി കത്തിച്ചോ എന്ന് പറയും. പക്ഷേ ഞങ്ങൾ കളിയാക്കുക ചെയ്യാം കേട്ടോ. ഡാഡിയും ഡിവൈനാണ് ഇവിടെ കത്തിക്കുന്ന ആൾക്കാർ കേട്ടോ, വേസ്റ്റ് കത്തിക്കുന്ന ആൾക്കാർ. അങ്ങനെ ഞാൻ അടുത്ത ഒരു സെക്ഷനിലേക്ക് നിന്നപ്പോൾ കിച്ചണിലത്തെ പരിപാടികൾ ഇനി കുട്ടികളായിട്ട് നോക്കിക്കോളും. അപ്പോൾ ഞാൻ വേഗം വിചാരിച്ചു ഈ ചെരുപ്പിൻ്റെ സ്റ്റാൻഡൊന്ന് ഒതുക്കാമെന്ന്. കാരണം എനിക്ക് ഈ ഏറ്റവും അടിയിലത്തെ ചെരുപ്പ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പുറത്ത് പോണ ചെരുപ്പ് ഞാൻ ഇങ്ങനെ വെക്കാറില്ല. വേറെ കട്ടിലിൻ്റെ ഒരു ഇതുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് വാനിറ്റി ബാഗുകളും ചെരുപ്പുകളും. അതായത് വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടുന്ന സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള ചെരുപ്പ്. ഞാനത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചേക്കാണ്. ഇത് നോർമലി നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന കുറച്ച് ചെരുപ്പുകളാണ്. അപ്പോൾ ഞാനതൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ഇതിനകത്ത് കയറ്റി വെച്ച്. 2-3 ചെരുപ്പ് എൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ടോ, വെള്ളം നല്ല ഭംഗിയുള്ളതായിരുന്നു. പക്ഷെ അതിൻ്റെ ഹീലിൻ്റെ അവിടെ വെച്ച് ഇങ്ങനെ വിലങ്ങനെ അങ്ങോട്ട് പൊട്ടി വിണ്ടു അങ്ങോട്ട്. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇനി ബാക്കിയുള്ള കുറച്ച് ചെരുപ്പുകൾ, അപ്പോൾ അധിക ഭാഗം ഞാൻ ഹീൽസ് ഉള്ളതാണ് ഇടുക. അല്ലെങ്കിൽ സാധാരണ പോകുമ്പോൾ ഇങ്ങനെ ഫ്ലാറ്റായിട്ടുള്ളതും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ. എൻ്റെ പരിപാടി മൊത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒക്കെ അങ്ങനെയാണ്. ഇത് അങ്ങനെയല്ല, ഇത് നമ്മൾ ഹൈ റൂട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ പിന്നെ കുറേ എണ്ണം പറവട്ടാനിയിൽ നിന്ന് വാങ്ങിയതുണ്ട്. അങ്ങനെ പല പാറ്റേൺ ഉണ്ട്. അധിക ഭാഗം ചുരിദാറിന് യൂസ് ചെയ്യുന്നതാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ എന്നെ കളിയാക്കുമ്പോൾ ആൻറ്റി ചുരിദാറിൻ്റെ അതേ കളറിലാണല്ലോ ചെരുപ്പ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അങ്ങനെ അതൊരു ശീലമായി. അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് അങ്ങനെയാണ് എൻ്റെ ഒരു ചെരുപ്പിൻ്റെ ഇത് കേട്ടോ. ഇതൊക്കെ അതിൻ്റേതായ കളറിലുള്ള ചുരിദാറുകളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ കുറേ മുമ്പത്തെയാണ് കേട്ടോ. പറവട്ടാനിയിൽ ഒരു വിറ്റഴിക്കൽ കടയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ തൃശ്ശൂർക്കാരാണെങ്കിൽ അറിയാം. അവിടെ ഇഷ്ടം പോലെ ചെരുപ്പുകളുണ്ട് കേട്ടോ. ഒരു 200-250 റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ നല്ല ചെരുപ്പുകളുണ്ട്. അത് വലിയ കുഴപ്പമില്ലാത്ത ചെരുപ്പ്. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പം ഇടുന്ന ചെരുപ്പ് ഇതിപ്പോൾ എന്നുള്ള രീതിയിൽ പൊട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ആകുമ്പോഴേക്കും വേഗം ഒരെണ്ണം വാങ്ങി വെക്കും. പൊട്ടുമ്പോൾ അതെടുത്ത് ഇടല്ലേ വേണ്ടൂ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഡാഡിയുടെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ ഡാഡി പറഞ്ഞു എൻ്റെ സെക്ഷൻ ഞാൻ മാറ്റി വെച്ചോളാം. ഡാഡിയുടെ ഷൂവും പുറത്ത് പോണ ചപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോലാപുരിയൊക്കെ. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ ഇനി വേണ്ട, അത് നീളനെ പറ്റില്ല, വിലങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അപ്പുറത്ത് വെച്ചോളാം. എന്നിട്ട് എൻ്റെ നല്ല ചെരുപ്പുകളുടെ കൂട്ടത്തിൽ ഡാഡിയും അങ്ങനെ കണ്ടോ, ഇത് ഈ ഷൂ വെച്ചൊക്കെ ഉണ്ട്, ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡാഡി പറഞ്ഞു വേണ്ട, ഞാനത് അപ്പുറത്തേക്ക് തന്നെ വെച്ചോളാം. കാരണം ഇതിൽ ചെരുപ്പ് ഇത്തിരി കൂടുതലായിപ്പോയി, 2-3 ജോഡി പുതിയത് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ ചെരുപ്പ് സ്റ്റാൻഡ്. നിങ്ങൾ ചിലപ്പോൾ ബെഡ്റൂമിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതാണ് ചെരുപ്പ് സ്റ്റാൻഡ്. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ റൂമിലുമാണ് ചെരുപ്പ് സ്റ്റാൻഡ് ഉള്ളത്. എല്ലാവരും പറയും റൂമിൽ വെക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 40 വർഷമാണ്, 38 വർഷവും ഇതുപോലെ തന്നെയായിരുന്നു. അതായത് നമ്മുടെ ഡ്രസ്സിങ് റൂമിലാണ് നമ്മളുടെ ചെരുപ്പും ഉണ്ടായിരുന്നത്. നമ്മൾ ഡ്രസ്സ് ചെയ്ത് ചെരുപ്പ് ഇട്ടിട്ടാണ് സാരി ഉടുക്കുക. അതോട് കൂടിയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുക. പുറത്ത് പോണത് മുറ്റത്ത് ഇടുന്ന ചെരുപ്പ് വേറെ, അകത്ത് വേറെ ചെരുപ്പ് ഇടും. പരിയപ്പുറത്ത് എപ്പോഴും ഒരു ചെരുപ്പ് എടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, പുറത്തിടുന്ന ചെരുപ്പാണോ നിങ്ങൾ അകത്തിടണേന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. 38 വർഷമായിട്ട് ഇതൊക്കെ അങ്ങനെ പണ്ട് തൊട്ടുള്ള സംഭവങ്ങളാണ്, നമ്മൾ പണിയിച്ചിട്ടുള്ളതാണ്. ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ കമ്പി വെച്ച് നിങ്ങൾ ഇതിൻ്റെ കാല് നോക്കിയാൽ അറിയാം. വെറുതെ കമ്പി വെച്ചിട്ട് ഇങ്ങനെ ചതുരനിൽ റാക്ക് പണിതെക്കുക, നടുക്ക് ഓരോ കമ്പി വെച്ചിട്ട്. പക്ഷെ കറക്റ്റ് ഇരിക്കും. എന്നിട്ട് അതിനെ മരം വെച്ച് ഇവിടെ ഷാജുവാശേരി ഫ്രെയിം ഇട്ടേക്കാണ്. അത് അങ്ങനെയാണ്. അതും മുകളിൽ 2 ഉണ്ട്. അങ്ങനെ 3 ബെഡ്റൂമിലേക്ക് 3 എണ്ണമായിരുന്നു. പിന്നെ ഡിമ്പിളുടെ റൂമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രീൻ വന്നപ്പോൾ അങ്ങനെ ഒരെണ്ണം അവിടെ വെച്ചു എന്നുള്ളൂ. അതുവരെ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ ഒതുക്കി വരുമ്പോഴേക്കും ഉച്ചയിലത്തെ ഊണ് റെഡിയായി. അപ്പോൾ ഇന്ന് ചിക്കൻ്റെ വേസ്റ്റ് പീസുകളുണ്ടല്ലോ, എല്ലുള്ള കഷ്ണങ്ങൾ, ഞാനും ഡോണും കഴിക്കുന്നത് അതുണ്ട്. പിന്നെ ബീഫും കിഴങ്ങും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഇത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചാക്കോച്ചൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി. അവന് ഒരു വീസിങ്ങിൻ്റെ പോലെ തുടങ്ങി. അവൻ നല്ല കുട്ടിയായിട്ട് ചോറൊക്കെ കൊണ്ടിട്ട് എണീറ്റതാണ്. പക്ഷെ അവന് ഒരു അസ്വസ്ഥത തുടങ്ങി. അപ്പോൾ ശരിക്കും 4 മണിക്കൂർ കഴിഞ്ഞാൽ
നാലോ അഞ്ചോ എത്രയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഡിസിൻ കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് അത് കൊടുക്കാൻ വേണ്ടി ആ കെയറിനോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് കിടത്തി ഉറക്കിക്കുന്നു. പക്ഷേ അവൻ 4 മണിയൊക്കെ ആയിട്ട് ഉറങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ശരിക്കും ഒരു കല്യാണം ഉണ്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ റിസപ്ഷനാണ് ഇവിടെ ചാക്കുളാസ് പവലിയനിലാണ്. അപ്പോൾ 6 മണി തൊട്ട് 9:30 വരെയാണ്. അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇന്നലെ രാത്രി വരെ തയ്യാറായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് പാച്ചുവിൻ്റെ ചുമയും ചാക്കോച്ചൻ്റെ ഈ വീസിങ്ങും വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് പോകാനുള്ള ഒരു ഇത് പിന്നാക്കം വെച്ചു. അപ്പോൾ ഇവർ കുറേ എന്നോട് പറഞ്ഞു, മമ്മി പൊക്കോ, മമ്മിയും ഡാഡിയും ഡോണും കൂടി പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേണ്ട, കുട്ടികൾ പോവാത്തോടത്ത് എന്തോ, കാരണം അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കുക കുട്ടികളെയാണ്. അപ്പോൾ അവരൊന്നും ഇല്ലാണ്ട് പോകാനായിട്ട് എന്തോ എനിക്കും ഒരു മടിയായി. എനിക്കും ഈ പറഞ്ഞ പോലെ എന്തോ ഒന്ന് വരുന്നുണ്ടോ എന്നൊരു സംശയം, ഇവിടേക്കോ ഒരു അസ്വസ്ഥത. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, ഡാഡിയും മോനും കൂടി പോയിട്ട് വരട്ടെ. അപ്പോൾ അവരുടെ കൂടെ തോമും പോയിട്ടോ. അപ്പോൾ ഞാൻ ആ വിശേഷം പറയാം. അങ്ങനെ നമ്മുടെ നൈറ്റികൾ കംപ്ലീറ്റ് ഉണങ്ങി കിട്ടി. ഞാൻ പറഞ്ഞില്ലേ നൈറ്റി മാത്രമായിട്ട് അലക്കായിട്ടൊന്ന് ഫുൾ ഉണങ്ങി കിട്ടിയിട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അതാത് സ്ഥാനങ്ങളിലേക്ക് വെച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് എല്ലാ നൈറ്റികളും ഉണങ്ങി, നൈറ്റി മാത്രമല്ല എല്ലാതും. അങ്ങനെ ഡിമ്പിളിന് നമ്മുടെ അക്കി ഡയോൺ ഏഞ്ചിലും വരുമ്പോൾ കൊണ്ടുവന്ന ഒരു പേഴ്സാണ് അത്. അക്കി എനിക്കായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഞാൻ പതുക്കെ ഡിമ്പിളിന് കൈമാറിയതാണ്. കാരണം കാർഡുകളും കാര്യങ്ങളും വെക്കാൻ. ഡിമ്പിളിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. അവൾക്കത് ശീലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡിവൈനാണ് ഇതിങ്ങനെ ഓരോന്ന് ഇതിങ്ങനെ വെച്ചോളൂ, അതങ്ങനെ വെച്ചോളൂ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങളോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഡിമ്പിളിനെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിനും ഡാഡിയും മമ്മിയും ഇടവും വലവും നിന്ന് കാര്യങ്ങൾ ചെയ്ത് അവൾക്ക് അങ്ങനത്തെ. പിന്നെ അവിടെ ചെന്നപ്പോൾ ആൻസറുണ്ട്. പിന്നെ അവിടെ ആയാലും പപ്പിയും മമ്മിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഇവൾക്ക് ഇവളുടേതായിട്ടൊരു കാര്യവും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഡിവൈൻ നേരെ തിരിച്ചാണ്. ഡിവൈൻ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്ന ആളാണ്. ഒരാളെയും ഒരു കാര്യത്തിനും ആശ്രയിക്കില്ല. ബസ്സാണ് കിട്ടിയ ബസ്സിൽ കയറി പോകും, അങ്ങനെ ഉള്ള ഒരു കുട്ടിയാണ് ഡിവൈൻ. അപ്പോൾ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഡിമ്പിളിൽ ഇങ്ങനെ അത് ഇതിൽ വെക്കണം, ഇതിങ്ങനെ വെക്കണം, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ ഓൺലൈനിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ ചെയ്ത് കൊടുത്ത്. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഏതാണെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇപ്പുറത്ത് ഡിമ്പിളുടെ റൂമിൽ വന്ന് കുറേ നേരം ഇരുന്നു. അപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത്. അവരുടെ കൂടെ നമ്മുടെ ആൻസൻ്റെ വീട്ടിലുണ്ടായിരുന്നത് ഈ പാവ കാസ് ബേബി എന്ന് പറഞ്ഞിട്ട് ഇവൻ കൊണ്ട് നടന്നിരുന്നത്. അപ്പോൾ അതിന് കഴിഞ്ഞ പ്രാവശ്യം തോന്നിട്ട് വന്നപ്പോൾ പാച്ചു കൊണ്ടുവന്നത്, അവൻ അത് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോഴാട്ടോ ശ്രദ്ധിച്ചത് അതവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ സ്ഥലത്ത് പോയി കിടന്നു. ഞാൻ ഒരുത്തിൽ കിടന്നു, ഡിമ്പിൾ ഒരുത്തിൽ, ഡിവൈനും ഡോണും മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പാച്ചു അവിടെ കിടന്നു, ഡാഡി അപ്പുറത്ത് കിടന്നു. അങ്ങനെ കുറച്ച് നേരം കിടന്നപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കടന്നു പോയ മാലകൾ കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് സെയിൽ ഇട്ടിട്ടുള്ളതാണ്, വളരെ വില കുറവിൽ ഇട്ടിട്ടുള്ളതാണ്. കാരണം ഓണത്തിൻ്റെ സ്റ്റോക്ക് വരുമ്പോഴേക്കും പഴയ സ്റ്റോക്കുകൾ കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡ്രീം കളക്ഷൻസ് കൂടാണ്ട് മറ്റേ ഡിമ്പിളും ഡിവൈനും കൂടി ചെയ്യുന്നതാണ് ഫാൻസി ഐറ്റംസ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിന് അവർ നല്ല കളക്ഷൻസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിൽ ബാക്കി വന്ന ഐറ്റംസും കാര്യങ്ങളാണ് സിംഗിൾ പീസായിട്ട് ഇപ്പോൾ കഴിഞ്ഞു പോയ ഫോട്ടോസ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഡാഡിയും ഡോണും തോമും റെഡിയായി. അപ്പോൾ പാച്ചുവിനെ കാണാണ്ട് വിളിച്ചിട്ടാണ് പോണേ കേട്ടോ. കാരണം പാച്ചു കണ്ടു കഴിഞ്ഞാൽ അപ്പാപ്പനും ഡോണും പോകുമ്പോൾ സങ്കടമാവും. അവന് നല്ല ചുമയുണ്ട്. അപ്പോൾ അവന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഡോണും ഡാഡിയും മോനും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ് അവർ പോകുമ്പോഴാണ് അവരുടെ ഒച്ച കേട്ടപ്പോൾ ഇപ്പുറത്തെ ഗേറ്റുമ്പോൾ നിന്നാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടോ, കാർ പോർച്ചിൻ്റെ സൈഡിലായിട്ടാണ് അവർ പട്ടിക്കൂടെ ഉള്ളത്. അപ്പോൾ അവർ എൻ്റെ ഒച്ച കേട്ടപ്പോൾ വന്ന് നോക്കിയത്. അപ്പോൾ ഞാൻ പോയിട്ട് അവരോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ നേരെ അകത്തേക്ക് കയറി. അപ്പോൾ അവർ 7 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. ശരിക്ക് 6:30 തൊട്ട് ഫംഗ്ഷൻ തുടങ്ങുള്ളൂ, 9:30 വരെ. അപ്പോൾ 7-7:30 എന്ന് പറയുമ്പോൾ അത് മതിയല്ലോ സമയം. അപ്പോൾ അങ്ങനെ വന്ന് നടയിൽ ലൈറ്റും മെഴുതിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അവിടെ കല്യാണ വീട്ടിലേക്ക് മെസ്സേജ് അയക്കുക ചെയ്ത 2 പേർക്ക് വയ്യാത്ത കാരണം ഞങ്ങളാരും വരുന്നില്ല. കാരണം നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് നമ്മളുടെ. എനിക്ക് തോന്നുന്നു എത്ര വർഷമായിട്ടുണ്ടാവും, ഒരു 10 വർഷത്തെ ബന്ധം മിനിമം ഉണ്ടാവും കേട്ടോ. എലൈറ്റ് ഗ്രൂപ്പിൻ്റെ അവർ ഫുള്ള്
സംഭവം മുസ്ലിം ഫാമിലി ആയാലും ഞങ്ങളൊക്കെ ഒരുപോലെ എപ്പോഴും പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്ന ഒരു ഫാമിലി. നിങ്ങൾ എൻ്റെ പണ്ട് തൊട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അറിയാം കേട്ടോ. അപ്പോൾ കോയമ്പത്തൂരാണ് ഷീബയുള്ളത്. മറ്റേ ഇവരൊക്കെ ഗുരുവായൂർ, യാസിമ്മ, പിന്നെ ഷായിദ, എല്ലാവരും ഉണ്ട്, ഗഫൂർക്ക, അങ്ങനെ കുറേ പേരുണ്ട് ഞങ്ങൾക്ക് ആ ഗ്യാങ്ങിൽ കേട്ടോ. നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട എല്ലാത്തിലും ഇവർ ഒരു ഫാമിലി, ഇവർ വന്ന് നിന്നാൽ തന്നെ ഒരു നിറവാണ്. നമ്മൾ ഇതിൻ്റെ ഇടയിലും കുറേ ഫങ്ഷൻസിൻ്റെ അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും മിസ്സായി. കാരണം ഇവർക്ക് 2 പേർക്കും വയ്യാണ്ട് നമ്മൾ ഇവരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പണി കിട്ടും. ഡ്രസ്സൊക്കെ റെഡിയാക്കി ഇന്നലെ രാത്രി വരെ റെഡിയാക്കി വെച്ചതാണ്. പക്ഷേ രാവിലെ ഇപ്പോൾ പണി പാളി. അങ്ങനെ ഹോസ്പിറ്റലും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ മെഡിസിനും കാര്യങ്ങളും കുറച്ച് കെയറും വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പോകാൻ. അല്ലെങ്കിൽ നമ്മൾ ചുമയായാലും ഒന്ന് പതുക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവർ 2 പേരായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇവരിങ്ങനെ എന്താ പറയുക, 2 പേരും ഇങ്ങനെ മൂകരായിട്ട് അവർ പരസ്പരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞും കണ്ടും അങ്ങനെ കിടക്കും കേട്ടോ. ചാക്കോച്ചനെ നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടാവും, അവന് വയ്യ കേട്ടോ, അങ്ങനെയൊക്കെ എടുക്കുക. പാച്ചു അതെ, പാച്ചുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം കുഴപ്പമില്ല. രാത്രി ഒരു ഉറക്കം കഴിയുമ്പോഴാണ് അവന് ചുമ വരുന്നത്. അങ്ങനെ അവർ 2 പേരും ടി വി കണ്ട് കിടക്കുകയാണ്. ഞാനിപ്പുറത്തും വന്ന് കിടന്നു. കാരണം അവർക്കൊരു കൂട്ടായിക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ പിള്ളേർ അവിടെ ഓരോ സാധനങ്ങൾ വിലയിടലും ഓരോ കാര്യങ്ങൾ തിരഞ്ഞു വെക്കലും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പണി കുറഞ്ഞു. അപ്പോൾ അധിക ഭാഗം ഞാൻ വേറെ കാര്യങ്ങൾക്കാണ് ഏർപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന സമയത്ത് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യും. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഫോണ് എടുക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ കുറേ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ കുറേ കമൻറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഞാൻ കമൻറ്റ് ചെയ്യും കേട്ടോ. എന്ത് കണ്ടാലും നല്ലതിനാണെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഞാൻ കമൻറ്റ് ഇടും. അതൊരു പ്രോത്സാഹനമാണ്. പക്ഷേ നമ്മളുടെ ശരി ഒരാളുടെ തെറ്റായിരിക്കും, മറ്റുള്ളവരുടെ തെറ്റ് നമ്മളുടെ ശരിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ എല്ലാം എന്താ പറയുക, ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാനും എൻ്റെ കുട്ടികളോടും പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 100% ഉറപ്പായ കാര്യം മാത്രം പറയുക, അല്ലെങ്കിൽ 100% അത് ചെയ്താൽ ശരിയാവും എന്ന കാര്യം മാത്രം ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് പകുതി നമ്മൾ പറയില്ലേ, മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറയും. അതായത് പകുതി കാര്യങ്ങൾ അറിഞ്ഞിട്ട് ബാക്കി പകുതി വെച്ചിട്ട് നമ്മൾ കഥയുണ്ടാക്കി കഴിഞ്ഞാൽ അതെപ്പോഴും അപകടത്തിലേക്കാണ് ചെന്ന് ചാടുക. അങ്ങനെ ഇപ്പോൾ 2 രണ്ടോടത്തായി പാച്ച് പതുക്കെ വന്ന് എൻ്റെ അടുത്ത് വന്ന് കൂടിയിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ 2 പേര് കെട്ടിപ്പിടിച്ച്. ഇതാണ് ഇവരുടെ 2 പേരുടെ. അപ്പോൾ ഡിവൈൻ എപ്പോഴും പറയും, നമ്മുടെ പാച്ചുവിൻ്റെ കെസ് ബേബിയാണ്, കെസ് ബേബി ചാക്കോച്ചൻ്റെ രൂപത്തിൽ വന്നതാണെന്ന് പറയും. കാരണം 2 പേർക്കും ഏകദേശം ഒരേ സ്വഭാവമാണ്. രൂപത്തിൽ മാത്രമേ കുറച്ച് മാറ്റമുള്ളൂ, ബാക്കിയൊക്കെ ഒരുപോലെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കത് കാണുമ്പോഴും അതെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒരാൾ ഓച്ചുവിൻ്റെ പോലെയും ഒരാൾ അപ്പാപ്പൻ്റെ പോലെയാണെന്ന് പറയും ഞാൻ. കാരണം അന്ന് ഞങ്ങൾ കെസ് ബേബിനെ കാണുമ്പോഴും അവൻ വേറെ രൂപം, ഇവൻ വേറെ രൂപമായിരുന്നു. അപ്പം ഞങ്ങളെപ്പോഴും പറയും, അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവൻ്റെ പോലെ ആയേനെ എന്ന് പറയും. അപ്പോൾ തമ്പുരാൻ ആ സമയത്തൊക്കെ ഡിവൈൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എപ്പോഴും എല്ലാവരും പറയായിരുന്നു, പാച്ചുവിന് ഒരു ആൺകുട്ടിയാവും ഉണ്ടാവുക, അത് കെസ് ബേബിയുടെ പുനർജന്മമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും പോയില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ കറക്റ്റ് ഡിവൈനാണ് എപ്പോഴും പറയുക, ഇത് കറക്റ്റ് അവൻ്റെ പോലെയാണല്ലോ എന്ന്. അങ്ങനെ ഇവർ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ചാക്കോച്ചന് വൈകുന്നേരം ആയപ്പോഴേക്കും വൈകി. അപ്പോൾ നെബുലൈസ് ചെയ്യാനായിട്ടുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവൻ വന്നിട്ട് ഈ വിശേഷങ്ങൾ പറയാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വർത്താനാണ്. പോയ കാര്യങ്ങൾ, വിശേഷങ്ങൾ, കഴിച്ച ഭക്ഷണ സാധനങ്ങൾ എല്ലാതും പറയും. പിന്നെ അവിടെ കണ്ടവരുടെ കാര്യം ഒക്കെ പറയും. അവർ ഇവനെ പറഞ്ഞ വിശേഷം ഒക്കെ വന്ന് പറയും കേട്ടോ. അപ്പോൾ അതിപ്പോൾ സ്കൂളിലത്തെ കാര്യമായാലും അതെ, ഓരോ കാര്യങ്ങൾ വന്നിട്ട് തോമു നല്ലോണം പറയും, ഇന്ന മാതിരി എന്ന്. പാച്ചുവിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ മാം പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും, വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും പോയിട്ട് അവിടെ പറയത്രേ. പക്ഷേ ഇവിടെ അങ്ങനെ അവിടുത്തെ പുറത്തത്തെ വിശേഷങ്ങളൊന്നും കാര്യമായിട്ട് പറയണ കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഒരേ പ്രകൃതിയല്ലേ. അങ്ങനെ അപ്പോൾ ഞങ്ങളിതേ വന്നിരുന്ന് കല്യാണ വീട്ടിലത്തെ വിശേഷങ്ങൾ, കാരണം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഷീബയും ഉമ്മാനെയും പിന്നെ മാമാനെയും ബാബീനെയും എല്ലാവരെയും. പിന്നെ ഷായിദ, കുറേ പേരുണ്ട്, ഗഫൂർക്ക, ചിന്നു, കുറേ പേരുണ്ട്. ഒരാളുടെ പേര് പറയില്ല ഞാൻ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതാ കിടക്കണു ഡിവൈൻ ചെരിഞ്ഞു എൻ്റെ മടിയിലേക്ക്. കാരണം 2 ദിവസത്തെ ഉറക്കം ഇന്നലെ ചാക്കോച്ചൻ ഒട്ടും ഉറക്കിയിട്ടില്ല അത്രേ. പുലർച്ചെ എനിക്ക് ഛർദി, പിന്നെ ഇന്ന് പള്ളിയിൽ നിന്ന് വന്നപ്പോൾ അവിടെ നിന്ന് ഛർദി. അപ്പോൾ എല്ലാം കൊണ്ടും എന്താ പറയുക, ഭയങ്കര
ഉറക്കത്തിന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ നമ്മൾ ഉറക്കം ശരിയായില്ലെങ്കിൽ തന്നെ നമുക്ക് പകുതി എന്താ പറയുക അസുഖങ്ങൾ ഉള്ള പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു ഒന്ന് പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാം. പക്ഷേ കുട്ടികൾ ഇങ്ങനെയുള്ളപ്പോൾ ഉറങ്ങാനും പറ്റില്ലല്ലോ. അപ്പോൾ ദേ തോമു വന്നിട്ട് നിൽക്കുന്ന ഡ്രസ്സാണ് കേട്ടോ, ബനിയനിട്ടിട്ട് ഡ്രസ്സ് മുകളിലത്തൊക്കെ മാറിയിട്ടു. അപ്പോൾ അവൻ തന്നെ ഇവരുടെ പണിയാണിത് കണ്ടോ. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ മേശയുടെ അടിയിൽ കൂടെയുള്ള ഓട്ടം. ഇന്നിപ്പോൾ അത് സോഫ സെറ്റ് മാറ്റിയിട്ടിട്ട് അതിൻ്റെ അടിയിലത്തെ ഓരോ സാധനങ്ങൾ എടുക്കലാണ് ഇപ്പോൾ പണി കേട്ടോ. അങ്ങനെ ഇവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ടേയിരിക്കും, വെറുതെ ഇരിക്കണ പണിയില്ല. ഇപ്പം നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2 ആൾ കൂടിയപ്പോൾ മിണ്ടാണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ ദേ ഇത് വണ്ടിക്ക് തല്ലൂട്ടാണ്. അപ്പോൾ ഈ തോമു പറയാം ഇത് എൻ്റെ വണ്ടിയാണ്, എൻ്റെ അപ്പോൾ തോമു എന്ന് എഴുതിയിട്ടുണ്ടെന്ന്. കാരണം ഇവരുടെ 3 വണ്ടിയുമേയും പേരെഴുതിയിട്ടാണ് ഇവർക്ക് വെച്ചേക്കണേ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു തല്ലൂട്ടം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോഴേക്കും ഒരാൾ ഡ്രസ്സ് ഇതാ ഊരി. അങ്ങനെ ഞാൻ ദേ വന്ന് നോക്കുമ്പോൾ എല്ലാവരും അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവരോട് വന്നിട്ട് പറഞ്ഞു ഇതാ കിടപ്പായി. അപ്പോൾ ഇവർക്ക് സ്ട്രോങ് ആയിട്ട് ഒരേ കോഫി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടല്ലോ, അവരെല്ലാം കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കും ഡിവൈനും ഡിമ്പിളിനെ വേണ്ടു. അപ്പോൾ അവർ പറഞ്ഞു നൂഡിൽസ് മതി. അപ്പോൾ ഡിവൈനും ഇത്തിരി ചൊടിയിൽ എന്തെങ്കിലും കഴിക്കണമെന്ന്. ഇപ്പോൾ കൊറിയൻ നൂഡിൽസ് ഭയങ്കര സ്പൈസി ആട്ടോ. അതും ഓംലെറ്റും കൂടിയിട്ട് വെച്ച് ഓരോ ഗ്ലാസ് കോഫിയും വെച്ച് അതാണ് ഇന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡിന്നറിന് കഴിച്ചത്. അപ്പോഴാണ് ഇതേ ഡോണിൻ്റെ മേത്തൊരു പച്ചക്കുതിര വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇതേ കാണിച്ചു കൊടുക്കുക, ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ പേടി ഒരു വശത്തുണ്ട്, എന്നാൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കളിയാക്കുക, ഡോണിൻ്റെ മേത്ത് പച്ചക്കുതിര വന്നിട്ടുണ്ടല്ലോ കാശ് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഫോട്ടോയിലും കാര്യത്തിലേക്ക് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നേരിട്ട് കണ്ടപ്പോൾ അവർക്കും ഭയങ്കര അത്ഭുതം. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ ഇപ്പോൾ ഈ പറയുന്നത് എന്തിട്ടാണെന്നറിയോ, ഈ യെല്ലോ ബൗൾ വെച്ച് കഴിഞ്ഞാൽ അത് നൂഡിൽസ് എടുക്കുമ്പോഴാണ് യെല്ലോ ബൗൾ അവിടെ വെക്കുക. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ 3 പാത്രമാണ്. ഒന്ന് സ്റ്റീലിൻ്റെ ബൗളുണ്ട്, അതാണ് അവന് സ്നാക്സ് കഴിക്കാനായിട്ട്. വലിയ സ്റ്റീലിൻ്റെ കിണ്ണം അവന് ചോറുണ്ണാനായിട്ട്. പിന്നെ ഈ യെല്ലോ പാത്രം നൂഡിൽസിന്. അങ്ങനെയാണ് അവൻ്റെ ഒരു പരിപാടി കേട്ടോ. മൂപ്പര് തന്നെ പോയിട്ട് ഫോർക്കും പിന്നെ സ്പൂണും ഒക്കെ എടുത്ത് അവനറിയാം ഇന്ന സ്ഥലത്താണ്. അത് ഇവിടെ മാത്രമല്ല അക്കിയുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവനറിയാം അവൻ്റെ സാധനങ്ങൾ എവിടെയാണെന്ന്. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ തുണികളെടുത്തിട്ട് അകത്തിട്ട് എല്ലാ തുണികളും എൻ്റെ ഉണങ്ങിയിട്ടോ. അപ്പോൾ ഞാനിവിടെയൊക്കെ നോക്കിയപ്പോൾ എല്ലാ ഭാഗവും നനച്ചിട്ടുണ്ട് ഡാഡി. എല്ലാം കഴിഞ്ഞ് ഞാൻ തുണികളൊക്കെ ഇട്ട് അടച്ച്. അപ്പോൾ അവരപ്പുറത്താണല്ലോ. അപ്പോൾ ഡാഡിയുടെ കയ്യിൽ അവർക്കുള്ള അതിൻ്റെ ഇടയിൽ പാല് കൊടുത്തയച്ചു. അത് കഴിഞ്ഞിട്ട് ഇറച്ചി കൊടുത്തയച്ചു. അപ്പോഴൊന്നും അവരെന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവരെ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടെങ്കിലും പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവരെ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എന്നെ കണ്ട കാരണം തോന്നുന്നുണ്ട് കുരച്ചില്ല എന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ശരിക്ക് തല കുത്തി പോലെയാക്കി. ഞാനിതെല്ലാം കഴിഞ്ഞപ്പോൾ ഡിവൈൻ തലവേദന കാരണം ഞാൻ പറഞ്ഞു വേഗം കയറിപ്പോക്കോ, കിട്ടണ സമയം വേഗം കിടന്ന് ഉറങ്ങിക്കുമെന്ന്. അപ്പോൾ പാച്ചുവിനെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി വരുമ്പോഴേക്കും ആണ് ഡാഡി അവനെയും കൊണ്ട് അങ്ങോട്ട് പോയി. അവൻ പിന്നെ ലാപ്ടോപ്പും ഇരുന്ന് കളിയും കാര്യങ്ങളൊക്കെ ആയി. എന്നാൽ പിന്നെ കിടക്കണോട് കൂടി ഡ്രസ്സ് ഇടിയിക്കാമെന്ന് വെച്ചിട്ട് വേഗം അടിച്ചിടാനായിട്ട് നിന്നു. കാരണം കുട്ടികളുള്ളത് ദിവസമാകുമ്പോൾ എങ്ങനെ വന്നാലും ബിസ്ക്കറ്റും അതും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ചിടും. അപ്പോൾ അതൊക്കെ അടിച്ച് വെറുതെ ഒന്ന് ഇന്നിപ്പോൾ റോബോട്ടിനെ ഇറക്കി വിടണ്ടെന്ന് പറഞ്ഞു. കാരണം റോബോട്ടിനെ ഇറക്കി കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ 1 മണിക്കൂർ ഒരു 15 മിനിറ്റ് എനിക്ക് പണിയാം. അപ്പോൾ ഇന്ന് അത് വേണ്ട, നാളെ രാവിലെ എങ്ങാനും വിടാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് വെറുതെ ചൂടുള്ള വെള്ളത്തിലൊന്ന് വൈപ്പ് ചെയ്തു. കാരണം ഈ ക്രീം ബിസ്ക്കറ്റൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ക്രീം താഴെ വീഴുമ്പോൾ ഒരു എണ്ണമയം ഉണ്ടാവും. അപ്പോൾ ഇത്തിരി ചൂടുവെള്ളത്തിലാവുമ്പോൾ അത് നമുക്ക് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിടക്കും കേട്ടോ. കുറച്ച് കംഫർട്ടും കൂടി ഇട്ടിട്ട്. നമ്മുടെ റോബോട്ടിൽ അതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് അങ്ങനെ ഇട്ടോ അവരുടെ വീട് വെട്ടി തിളങ്ങിയിട്ട് കിടക്കണ്ട കേട്ടോ. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഒരുത്തൻ ലാപ്ടോപ്പുമ്മ ഇരുന്ന് കളിക്കേണ്ട ഇഷ്ടമാണ് അവന് ലാപ്ടോപ്പ്. അവൻ്റെ അപ്പ വരുമ്പോഴും അത് അപ്പയുടെ ലാപ്ടോപ്പും. അതുകൊണ്ട് ലാപ്ടോപ്പിൻ്റെ പണി നിർത്തി. കാരണം എടുത്തു കഴിഞ്ഞാൽ അവൻ കൂടെ വരും. അപ്പോൾ ഇത് ഡിവൈൻ പാച്ചുവിന് ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്തത്. പക്ഷേ ഇത് സെയിം ഡയോൺ തോമുവിന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ മുകളിൽ ഇരുന്ന് കളിക്കും, ഇവൻ താഴെ ഇരുന്ന് കളിക്കും. അങ്ങനത്തെ കളിക്കല്ല, പഠിക്കാനാണ്. നല്ല നല്ല ഉപയോഗമുള്ള സാധനം കേട്ടോ. അപ്പോഴാണ് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു സംഭവം കാണുന്നത്. അമ്മ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ലവിൻ്റെ ഒരു സംഭവം എടുത്തിട്ട് പ്രപ്പോസ് ചെയ്യണ പോലെ ഉണ്ട് കാണിക്കുന്നു. കുട്ടികൾ എന്താ പറയണേ എന്താ കാണിക്കണേന്നൊന്നും നമുക്കറിയാം. അപ്പോൾ ഡാഡി ഈ ഒച്ച കേട്ടിട്ട് വരാം ഇതെന്താ ഈ സംഭവം. അപ്പോൾ ഡാഡി വന്നത് മെയിനായിട്ട് പട്ടികൾ അവിടെ കുരച്ചു തുടങ്ങി. അപ്പോൾ ഡാഡി ഇതെന്താ ഈ സംഭവം എന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു കൊടുത്തു. ഇതാ ഇങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യണതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും കുട്ടികൾ വലുതായി തുടങ്ങുമ്പോൾ അവരെന്തൊക്കെ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങൾ. ഐ ലവ് യു അമ്മ എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇത് എനാമലാണ്. പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റേ ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. അല്ല,
ഇനാമലാണ്, പക്ഷേ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മറ്റേ ഒറിജിനലിൻ്റെ അതേ പോലെയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഗ്രീനും ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഒക്കെ ഒരേ പീസൊക്കെ ഉള്ളൂ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല, കുട്ടികളുടെ സെക്ഷനാണ്. അങ്ങനെ ദേ കണ്ടോ, എൻ്റെ മക്കളെ ഞാൻ ഇപ്പുറത്തേക്ക് ഡാഡി വന്ന് എണീറ്റ് ഇപ്പുറത്ത് കൊണ്ടിട്ടപ്പോൾ അവർക്ക് സമാധാനമായി. എന്നെയും കൂടി കണ്ടോടുകൂടി പിന്നെ അതിപ്പോൾ ഈ നേരം വരെ കുറച്ചിട്ടില്ല കേട്ടോ. അതായത് അവർക്ക് എങ്ങനെ വന്നാലും അതുപോലെ ഡാഡി ഇന്ന് ഫുഡ് കൊണ്ട് വെച്ച് കൊടുത്തത് ഇന്ന് രാവിലെ ഉച്ച തിരിഞ്ഞ് നോക്കിയപ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്. അതായത് അവർക്കത് ശീലമാണ്. അത് എന്താ പറയുക, പട്ടികളുടെ സ്ഥിരം ഒരു സ്റ്റൈലാണത്. നമ്മൾ നോക്കിയവർ തന്നെ നോക്കണം എന്നവർക്കൊരു നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ അവർ നിൽക്കും കേട്ടോ. അങ്ങനെയാണ്. ഞാൻ ഇല്ലാത്ത സമയത്ത് ഡിവൈനാണ്. ഞാനും ഡാഡി എപ്പോഴോ ഇല്ലാണ്ടിരുന്ന സമയത്ത് ഹോസ്പിറ്റൽ കേസൊക്കെ ഉള്ള സമയത്ത് ഡിവൈനാണ്. പിന്നെ അന്ന് മറിയാമ്മയാണ് നോക്കിയിരുന്നത്. മറിയാമ്മ കൊടുത്താൽ അവർ കഴിക്കും. പക്ഷേ പിന്നീട് ഡിവൈനാണ് പിന്നെയും. വേറെ ഡാഡിയൊന്നും കൊടുത്താൽ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഒന്ന് നോക്കുന്നു മാത്രം കേട്ടോ. അങ്ങനെ ഇന്ന് നല്ലൊരു ദിവസം എന്ന് പറയണമെങ്കിൽ പറയാം. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഒരു സങ്കടം, കല്യാണത്തിന് പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ വിളിച്ച് പറഞ്ഞു. പിന്നെ പോയേക്കാൾ വിശദമായിട്ട് പോയി വന്നവർ എല്ലാ വിശേഷവും പറഞ്ഞു. പിന്നെ വിശേഷങ്ങൾ ഫോണിൽ കൂടെ സ്റ്റാറ്റസ് വഴിയൊക്കെ അറിഞ്ഞു. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.